കോർപ്പറേഷനിൽ ആര് ഭരിക്കും? ആര് ഭരിച്ചാലും ഞങ്ങൾ ഈ അനുഭവിച്ചേ പറ്റൂ. കോർപ്പറേഷനിന് UDF ഭരിക്കും. കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കും. നിങ്ങളെ അഭിപ്രായം ഏത് പാർട്ടി വരണമെന്നാണ്? പിന്നെ ഇപ്പം ഇയാളിപ്പം 10 വർഷം ആവാൻ പോണില്ലേ, എന്തോന്നും ഇവിടെ കാണിക്കണത്? ഉപയോഗമുള്ള ആരെങ്കിലും വന്നാൽ കൊള്ളാം. എത്ര വർഷം കിടക്കണ കുഴി എന്നാ കുഴി, ആ കുഴി ഒത്തിട്ടില്ല. അവിടെ കിടപ്പുണ്ട് കുഴി, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആര് ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ കീഴിലാണ്. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ. ഇതിനൊരു തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ? തിരുവനന്തപുരത്തെ ആളുകൾ പ്രതികരിക്കുന്നു. നല്ല ഭരണവും കൊള്ളാം. കമ്മ്യൂണിസ്റ്റ് വന്ന മാറ്റങ്ങൾ വരും തോന്നുന്നു. മാറ്റങ്ങളുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കും. കമ്മ്യൂണിസ്റ്റ് വന്ന മാറ്റങ്ങൾ വരും തോന്നുന്നു. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ജനിച്ചപ്പോഴേ കമ്മ്യൂണിസ്റ്റാണ്. അപ്പം മരിക്കുന്നവരെ അത് തന്നെ മുന്നോട്ട് പോട്ടെ. തന്നാലും തന്നില്ലെങ്കിലും അത് മതി. കമ്മ്യൂണിസ്റ്റിനെ ഭരിക്കുന്നുണ്ട്. കോർപ്പറേഷനിന് UDF ഭരിക്കും. UDF ഭരിക്കും. ഞാൻ ഒരു UDF കാരനാണ്. അതുകൊണ്ടല്ല മറുപടി പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരാനുള്ളത് BJP ആയിരുന്നു. പക്ഷെ അവരവസരം അവർ ഉപയോഗിച്ചില്ല. ഇപ്പോൾ LDF വന്നപ്പോഴത്തേക്ക് അവർക്ക് പല രീതിയിലും അവരെ താഴെ ഇറക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. അത് അവർ ഉപയോഗിച്ചില്ല. അപ്പം അടുത്ത എൻ്റെ അഭിപ്രായം അനുസരിച്ച് ചാൻസ് UDFിനാണ്. അല്ല, ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ഇനിയിപ്പോ അടുത്ത ഏത് പാർട്ടി വരും? അത് തന്നെ, ഏത് പാർട്ടിയാണെങ്കിലും വരുന്ന പാർട്ടി ജയിക്കും. ഭൂരിപക്ഷം കൂടുതൽ കിട്ടുന്ന പാർട്ടി ജയിക്കും. മരിക്കും നമുക്കെങ്ങനെ അറിയാം? മരിക്കും, അല്ലാതെ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളും പോണ പോക്കിൽ ചിലപ്പോൾ അടിച്ചു പോകും. കോർപ്പറേഷനിൽ ആര് ഭരിക്കും? കോർപ്പറേഷനാ? കോർപ്പറേഷൻ ഭരിക്കണത് ഇതിനടുത്ത് BJP ആയിരിക്കും. അതിന് മാറ്റം പറ്റില്ല. നല്ല ഭരണമല്ലേ ഇപ്പോൾ കാഴ്ച വെച്ചാൽ. എനിക്ക് 60 കാലം മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റാണ് ഭരിച്ചതൊന്നും വേറൊരു പാർട്ടിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം അടുത്ത ഭരണം BJPക്ക് പോകും. അതുകൊണ്ട് നല്ല ഭരണമാണ് ഇവിടെ. നിങ്ങളെ അഭിപ്രായം ഏത് പാർട്ടി വരണമെന്നാണ്? അത് പറഞ്ഞിട്ട് ഞാൻ പറയാം മറുപടി. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാൽ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഇവിടെ എന്താണ് കുഴപ്പം? നന്നായിട്ട് പോകുന്നതാണ് ചേട്ടൻ. കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം ചേട്ടന് തോന്നുന്നു? ഇവിടെ എന്തൊരു മാറ്റം? ഒന്നും മാറ്റാനില്ല. ഇവിടെ ഏത് പാർട്ടി വന്നാലും ഇങ്ങനെ പോവുള്ളൂ. BJP ഭരിക്കുന്നിടത്തെല്ലാം കറക്റ്റാണ്. കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് കറക്റ്റാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ഇനി ഏത് പാർട്ടി വരണം എന്നാ ചേട്ടൻ? അങ്ങനെയൊന്നുമില്ല. നല്ല പാർട്ടി കൊള്ളാമെന്നുള്ളവർ വരണം, അത്ര തന്നെ. നല്ലവരാരാണോ അവര് വരണം. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ്? മാറ്റങ്ങൾ എന്തുകൊണ്ടുവരാൻ? മാറ്റങ്ങളൊന്നും വരില്ല. ചിലത് വരും, ചിലത് വരാതെ പോകും. നമുക്ക് പറയാൻ വെക്കും ആരാണ് വരണമെന്ന്. വരണവരല്ലേ ഭരിക്കണത്. അല്ല, എന്നാലും ചേച്ചിയുടെ അഭിപ്രായത്തില്? എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് വരണം. കോൺഗ്രസ് എന്തുകൊണ്ടാണ്? അവരുടെ സ്വഭാവം നല്ലത്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് തോന്നുന്നത്? മാറ്റങ്ങൾ പലതും കൊണ്ടുവരും. അത് നമ്മൾ പറയും പോലെ അല്ലല്ലോ നമ്മളെ കഴിയുന്നത്. നമ്മൾ പറയും പോലെ അല്ല കാര്യങ്ങൾ. അത് അവർ വിചാരിക്കണേ നടക്കുള്ളൂ. പിന്നെ ഇപ്പം ഇയാളിപ്പം 10 വർഷം ആവാൻ പോണില്ലേ, എന്തോന്നും ഇവിടെ കാണിക്കണത്? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് അവരെന്നെ വരണം വേണം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? മാറ്റം ഇപ്പോഴത്തെ ഭരണം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരുടെയും പരാതി ഈ റോഡ് ടാർ ചെയ്യണില്ല, വേറെ ഒന്നുമില്ല. ആര് വന്നാലും ജനങ്ങൾക്ക് നല്ല ആര് വന്നാലും നമുക്കെന്താ, ജനങ്ങൾക്ക് ഉപയോഗമുള്ള ആരെങ്കിലും വന്നാൽ കൊള്ളാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ മുന്നണി തന്നെ നടക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം? കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരാൾ വന്നാൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. BJP വരണം. അതെന്തുകൊണ്ടാണ്? രാജേഷ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഇവരോട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഴിമതിയാണ്. ഇപ്പോഴത്തെ മേയർ വന്നിട്ട് അഴിമതിയാണ് മൊത്തം. രാജേന്ദ്രൻ ഒരിടത്തും പോകുന്നില്ല. കോർപ്പറേഷനെ ആര് ഭരിക്കും എന്നാ തോന്നുന്നത്? പറയാൻ പറ്റില്ല. ആര് വന്നാൽ കൊള്ളാം? ജനങ്ങൾക്ക് വേണ്ടി ആര് വന്നാലായിരിക്കും നല്ല പ്രവർത്തനം? ആര് വന്നാലും ജനങ്ങൾക്കൊന്നും, പാവങ്ങൾ കഷ്ടപ്പെട്ടാലേ അല്ലേ? ഇനി ആര് ഭരിച്ചാലും ഞങ്ങൾ ഈ അനുഭവിച്ചേ പറ്റൂ. ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മളല്ലേ അനുഭവിക്കണം, വേറെ ആരില്ല. നമ്മൾ ജോലിയിലെ പതിവിക്കുന്നു. നമുക്കറിയില്ല. നമുക്ക് ആര് ഭരിച്ചാലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം. ആര് ഭരിച്ചാലും നന്നായിട്ട് വരട്ടെ. BJP ആണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഇപ്പം ഈ കാണില്ലേ, ഈ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ടിട്ട് ഇപ്പം പറഞ്ഞത് അടുത്തതിൽ BJP വരുള്ളൂ. വരാനാണ് സാധ്യത. വരണമെന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് ആഗ്രഹം. BJP. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം?
ഇവിടുത്തെ അഴിമതിയിലായിരുന്നു. അതറിയാൻ വയ്യ. ആര് വരണം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരോടും കമ്മ്യൂണിസ്റ്റ് തൃപ്തനാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം. എത്ര വർഷം കൊണ്ട് കിടക്കണ കുഴി എന്നാ കുഴി, ആ കുഴി ഒത്തിട്ടില്ല. അവിടെ കിടപ്പുണ്ട് കുഴി, ഒന്നും ചെയ്തിട്ടില്ല. ആരും ഒരു കാര്യം നമുക്ക് ഞങ്ങളെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷെ ആര് ചെയ്യണം നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് താഴോട്ട് 2 ലൈൻ കിടപ്പുണ്ട്, കാട് വീട്ടോട്ട് പോകുമ്പോൾ ആ ലൈൻ ഒന്ന് നോക്കാം. അപ്പോഴേ നമുക്ക് മനസ്സിലാകും ഒരു വണ്ടി പോലും ഒരാൾക്ക് സുഖമില്ലാതെ വന്നാൽ പോകാൻ പറ്റില്ല. പ്രശ്നം പറയാൻ പോലും ഇത് വേണ്ടേ? ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കാര്യം വരാൻ സമയത്തൊന്ന് വൃത്തിയായിട്ടുള്ള കാര്യമുണ്ട്. അന്ന് മറ്റേ ഗവർണർ പോയപ്പോൾ അവിടെ ഒരു കുഴി കിടന്ന് കുറച്ചുകൊണ്ടൊന്ന് കുറേ മണ്ണ് വാരിയിട്ട് ലെവലിൽ നിൽക്കും. എൻ്റെ മോളെ കൊണ്ട് എനിക്ക് ആ കുഴിക്കകത്ത് വീഴുന്ന എനിക്കെല്ലാം കൂടെ 10 എണ്ണായിരം ചിലവ് അറിയാമോ? നമ്മളീ വണ്ടി ടാക്സ് ഓടിയാണ് ജീവിക്കുന്നത്. 1000 രൂപ ഈ വണ്ടി ഓടിക്കഴിഞ്ഞാൽ 2000 രൂപ വർഷം കൊടുക്കണം പണിക്ക്. ഈ കുഴിയിൽ വീഴുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. ആരെങ്കിലും ഭരിക്കട്ടെ, ദൈവം വന്ന് ഭരിക്കുകയാണ് ഏറ്റവും നല്ലത്. കോർപ്പറേഷൻ അല്ല ഞാൻ എന്താന്ന് പറയാം മോളെ, നമുക്ക് ആരും വരണം നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ആരും വന്നാലും ഇത് തന്നെ ഗതികേട്. നമ്മൾ ജോലി ചെയ്താലേ ഇരിക്കാൻ പറ്റുമോ? നമ്മളെ കഷ്ടപ്പെടുന്ന പൈസ എത്രയും ഹോസ്പിറ്റലിൽ വർഷം കൊടുക്കാനേ ഉള്ളൂ. ഓരോ കുഴിക്കകത്ത് നടും വേദനയായിട്ട് നമുക്ക് കിടന്ന കാര്യം കാര്യമുണ്ട്. പണ്ടത്തെ 50 ഷോറിന സമയത്ത് ഒരു കുഴിക്കകത്ത് വണ്ടി വീഴുന്ന 500 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെയറിങ് കിട്ടും. ഇപ്പോൾ എൻ്റെ ബീൽ ബെയറിങ് കഴിഞ്ഞാൽ 9,000 രൂപയാണ്, ടാക്സ് ഉൾപ്പെടെ. പറയാൻ വിശ്വസിക്കും. ഒരു കുഴിക്കകത്ത് വീണ് കഴിഞ്ഞാൽ അതാണ് കേസുള്ളത്. നമ്മുടെ ജീവിതം കഷ്ടം, അത്രേ ഉള്ളൂ. അതെനിക്കറിയില്ല കുട്ടി. കഴിവുള്ളവർ ഭരിക്കും, എല്ലാം ചെയ്യാൻ പറ്റും. കഴിവുള്ളവർ ഭരിക്കും. ഇപ്പോഴത്തെ ഭരണത്തിലുള്ള സംതൃപ്തരാണ്. നമുക്കൊരു എന്ത് പറയാം, നമ്മളൊന്നും പറയണ്ട. നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കും കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന്. മറ്റൊരു പബ്ലിക് ഒപ്പീനിയനുമായി വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.